ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും അച്ചീവർ സ്റ്റഡി വ്ലോഗിൻ്റെ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇവിടെ കേരള PSCയുടെയും SSCയുടെയും UPSCയുടെയും അണ്ടറിൽ വരുന്ന എക്സാം സിലബസിനെ ബേസ് ചെയ്ത ക്ലാസ്സുകളാണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. വളരെ വ്യക്തമായും എല്ലാ പോയിൻറ്സും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ ക്ലാസ്സുകൾ തയ്യാറാക്കിയിരിക്കുന്നത്. പ്രധാനപ്പെട്ട എല്ലാ ടോപ്പിക്സും ഇവിടെ കവർ ചെയ്യുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസും നമ്മൾ ചർച്ച ചെയ്യും. കൂടാതെ കറണ്ട് അഫെയർസ് ഓരോ മാസം കൂടുന്തോറും ക്ലാസ്സായി ഇടുന്നതായിരിക്കും. ഇതിനോടൊപ്പം തന്നെ മിസലേനിയസ് നോട്ട്സ് എന്ന ഹെഡിങ്ങിൽ റാൻഡമായ പ്രധാനപ്പെട്ട ചില ടോപ്പിക്സും ചർച്ച ചെയ്യുന്നുണ്ട്. ഈ ക്ലാസ്സുകൾ നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്നുവെങ്കിൽ ഉറപ്പായും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറ്റു കൂട്ടുകാർക്കായി ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻസ് രൂപത്തിൽ അറിയിക്കാവുന്നതാണ്. ഇന്ന് നമ്മുടെ ക്ലാസ്സിൽ ചർച്ച ചെയ്യുന്നത് 2024 നോബൽ പ്രൈസിനെ പറ്റിയാണ്. കൂടാതെ ഇതുമായി ബന്ധപ്പെട്ട മുഴുവൻ വിവരങ്ങളും ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. പ്രധാനപ്പെട്ട ചില ക്വസ്റ്റ്യൻസും നമ്മളിവിടെ പറഞ്ഞു പോകുന്നുണ്ട്. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ആദ്യമായിട്ട് നോബൽ പ്രൈസിനെ പറ്റി കുറച്ച് പൊതുവായ വിവരങ്ങൾ നമുക്ക് മനസ്സിലാക്കാം. നോബൽ പ്രൈസ് എന്ന് പറയുന്നത് ഒരു ഇൻ്റർനാഷണൽ അവാർഡാണ്. ഇത് ആനുവലിയാണ് കൊടുക്കുന്നത്. ഇതൊരു ഇൻ്റർനാഷണൽ അവാർഡാണ്. വർഷം തോറും കൊടുക്കുന്ന ഒരു പ്രൈസാണ് നോബൽ പ്രൈസ്. പ്രധാനമായും 6 വിഷയങ്ങളിലായി ഒരു വ്യക്തിക്കോ ഒരു സംഘടനയ്ക്കോ ആണ് വർഷം തോറും നോബൽ പ്രൈസ് കൊടുക്കാറുള്ളത്. ഈ വിഷയങ്ങളിൽ അവർ നൽകുന്ന ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ടുള്ള കോൺട്രിബ്യൂഷൻസ് പരിഗണിച്ചാണ് ഈ ഒരു അവാർഡ് കൊടുക്കുന്നത്. 1895 നവംബർ 27 ആൽഫ്രഡ് നോബൽ ഇത്തരത്തിലുള്ള ഒരു പ്രോഗ്രാം കൊണ്ടുവരുന്നത്. 1895 നവംബർ 27 ആൽഫ്രഡ് നോബൽ ഇത്തരത്തിലുള്ള ഒരു പ്രോഗ്രാം കൊണ്ടുവരുന്നത്. എന്നാൽ 1901 മുതലാണ് നോബൽ പ്രൈസ് കൊടുത്തു തുടങ്ങിയത്. ആൽഫ്രഡ് നോബലിൻ്റെ ചരമദിനമായ ഡിസംബർ 10 നോബൽ പ്രൈസ് കൊടുക്കുന്നത്. ഇനി നമുക്ക് ആരാണ് ആൽഫ്രഡ് നോബൽ എന്ന് മനസ്സിലാക്കാം. ഇദ്ദേഹം ഒരു സ്വീഡിഷ് സയൻറ്റിസ്റ്റാണ്, ഒരു കെമിസ്റ്റാണ്, എഞ്ചിനീയറാണ്, ഇൻഡസ്ട്രിയലിസ്റ്റാണ്. ആൽഫ്രഡ് നോബൽ ഒരു സ്വീഡിഷ് സയൻറ്റിസ്റ്റാണ്, കെമിസ്റ്റാണ്, എഞ്ചിനീയറാണ്, ഇൻഡസ്ട്രിയലിസ്റ്റാണ്. മെയിനായിട്ടും ഡൈനാമിറ്റിൻ്റെ കണ്ടുപിടുത്തത്തിലൂടെയാണ് ഇദ്ദേഹം പ്രസിദ്ധനാകുന്നത്. ഡൈനാമൈറ്റിൻ്റെ കണ്ടുപിടുത്തത്തിലൂടെയാണ് ആൽഫ്രഡ് നോബൽ പ്രസിദ്ധനാകുന്നത്. 1833 ഒക്ടോബർ 21 ഇദ്ദേഹത്തിൻ്റെ ജനനം. സ്വീഡനിലെ സ്റ്റോക്ക്ഹോമിലാണ് 1833 ഒക്ടോബർ 21 ആൽഫ്രഡ് നോബൽ ജനിക്കുന്നത്. പല ഭാഷകൾ കൈകാര്യം ചെയ്യുന്നതിൽ പ്രാവീണ്യമുണ്ടായിരുന്ന ഇദ്ദേഹത്തിന് പോയട്രിയിലും ഡ്രാമയിലും സമാധാനപരമായ പ്രവൃത്തികളിലും വളരെ ഇൻട്രസ്റ്റഡ് ആയിരുന്നു. 1896 ഇദ്ദേഹം മരണപ്പെടുന്നത്. 1896. അതിനുശേഷം ഇദ്ദേഹത്തിൻ്റെ മുഴുവൻ സ്വത്തുക്കളും 5 നോബൽ പ്രൈസ് ഡിസ്ട്രിബ്യൂഷൻ ചെയ്യാനായിട്ടാണ് നീക്കിവെച്ചത്. ആൽഫ്രഡ് നോബൽ എന്ന് പറയുന്നത് ഒരു സ്വീഡിഷ് സയൻറ്റിസ്റ്റാണ്, കെമിസ്റ്റും എഞ്ചിനീയറും ഇൻഡസ്ട്രിയലിസ്റ്റുമാണ്. ഡൈനാമൈറ്റിൻ്റെ കണ്ടുപിടുത്തത്തിലൂടെയാണ് ഇദ്ദേഹം പ്രസിദ്ധനാകുന്നത്. 1833 ഒക്ടോബർ 21 സ്വീഡനിലെ സ്റ്റോക്ക്ഹോമിലായിരുന്നു ഇദ്ദേഹം ജനിച്ചത്. പല ഭാഷകൾ കൈകാര്യം ചെയ്യുന്നതിൽ പ്രാവീണ്യമുണ്ടായിരുന്ന ഇദ്ദേഹത്തിന് പോയട്രിയിലും ഡ്രാമയിലും സമാധാനപരമായ പ്രവൃത്തികളിലും വളരെ ഇൻട്രസ്റ്റഡ് ആയിരുന്നു. 1896 ഇദ്ദേഹം മരണപ്പെടുന്നത്. അതിനുശേഷം ഇദ്ദേഹത്തിൻ്റെ മുഴുവൻ സ്വത്തുക്കളും നോബൽ പ്രൈസ് ഡിസ്ട്രിബ്യൂഷൻ ചെയ്യാനായിട്ട് നീക്കിവെച്ചിരിക്കുകയാണ്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് നോബൽ പ്രൈസിൽ ഉൾപ്പെടുന്ന പ്രധാനപ്പെട്ട 3 കാര്യങ്ങളാണ്. അതിലൊന്നാണ് നോബൽ ഡിപ്ലോമ, അതായത് ഒരു ബിരുദപത്രം അല്ലെങ്കിൽ ഒരു യോഗ്യതാപത്രം ഉണ്ടായിരിക്കും. രണ്ടാമത് ഒരു നോബൽ മെഡൽ ഉണ്ടായിരിക്കും. മൂന്നാമത് ഒരു ഡോക്യുമെൻ്റ് ആയിരിക്കും. ആ ഡോക്യുമെൻ്റ് എന്ന് പറയുന്നത് നോബൽ പ്രൈസിൻ്റെ എമൗണ്ട് കൺഫേം ചെയ്യുന്ന ഒരു ഡോക്യുമെൻ്റാണ്. അപ്പോൾ നോബൽ പ്രൈസിൽ ഉൾപ്പെടുന്നത് പ്രധാനമായിട്ടും 3 കാര്യങ്ങളാണ്. 1 ഒരു നോബൽ ഡിപ്ലോമ, 2 നോബൽ മെഡൽ, 3 എ ഡോക്യുമെൻ്റ് കൺഫേമിംഗ് ദി നോബൽ പ്രൈസ് എമൗണ്ട്. ഈ മെഡൽസും ഡിപ്ലോമൈസൊക്കെ ക്രിയേറ്റ് ചെയ്യുന്നത് പ്രസിദ്ധരായ സ്വീഡിഷ് ആൻഡ് നോർവീജിയൻ ആർട്ടിസ്റ്റുമാരാണ്. ഈ മെഡൽസും ഡിപ്ലോമയും ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്നത് ആരാണ്? പ്രസിദ്ധരായ സ്വീഡിഷ് ആൻഡ് നോർവീജിയൻ ആർട്ടിസ്റ്റുമാരാണ്. പ്രധാനമായും 6 വിഷയങ്ങളിലായിട്ടാണ് നോബൽ പ്രൈസ് കൊടുക്കുന്നത്. ഏതൊക്കെയാണവ? 1 സമാധാനം അല്ലെങ്കിൽ പീസ്, 2 സാഹിത്യം അല്ലെങ്കിൽ ലിറ്ററേച്ചർ, 3 ഭൗതികശാസ്ത്രം അല്ലെങ്കിൽ ഫിസിക്സ്, 4 രസതന്ത്രം അല്ലെങ്കിൽ കെമിസ്ട്രി, 5 വൈദ്യശാസ്ത്രം അല്ലെങ്കിൽ മെഡിസിൻ, 6 സാമ്പത്തിക ശാസ്ത്രം അല്ലെങ്കിൽ എക്കണോമിക്സ്. ഇത്രയുമുള്ള 6 വിഷയങ്ങളിലായിട്ടാണ് നോബൽ പ്രൈസ് പ്രധാനമായും വർഷം തോറും കൊടുത്തു പോകുന്നത്. അപ്പോൾ ആദ്യകാലത്ത് എക്കണോമിക്സ് ഒഴികെയുള്ള 5 വിഷയങ്ങൾക്കായിരുന്നു നോബൽ പ്രൈസ് കൊടുത്തിരുന്നത്. 1969 മുതലാണ് ഇത് 6 വിഷയങ്ങളാക്കി മാറ്റിയത്. 1969 മുന്നേ എക്കണോമിക്സ് ഒഴികെയുള്ള 5 വിഷയങ്ങൾക്കായിരുന്നു നോബൽ പ്രൈസ് കൊടുത്തിരുന്നത്. എന്നാൽ 1969 ശേഷമാണ് എക്കണോമിക്സ് കൂടി ഉൾപ്പെടുത്തി അത് 6 വിഷയങ്ങളാക്കി മാറ്റിയത്. സാമ്പത്തിക ശാസ്ത്ര നോബൽ പുരസ്കാരം അറിയപ്പെടുന്നത് സ്വീറിജസ് റിക്സ് ബാങ്ക് പുരസ്കാരം എന്നാണ്. സാമ്പത്തിക ശാസ്ത്ര നോബൽ പുരസ്കാരം അല്ലെങ്കിൽ എക്കണോമിക്സ് നോബൽ പ്രൈസ് അറിയപ്പെടുന്നത് സ്വീറിജസ് റിക്സ് ബാങ്ക് പുരസ്കാരം എന്നാണ്. സ്വീറിജസ് റിക്സ് ബാങ്ക് എന്നത് സ്വീഡനിലെ സെൻട്രൽ ബാങ്കാണ്. ഇതാണ് ഇതിനുള്ള ഫണ്ട് കൊടുക്കുന്നത്.
സോ നോബൽ പുരസ്കാരം ഒരു വിഷയത്തിൽ പരമാവധി 3 പേർക്കാണ് കൊടുക്കാവുന്നത്. എന്താണ് ഒരു വിഷയത്തിൽ പരമാവധി 3 പേർക്കാണ് നോബൽ പുരസ്കാരം കൊടുക്കാവുന്നത്. മരണാനന്തരം നോബൽ പ്രൈസ് കൊടുക്കാറില്ല. എന്നാൽ പ്രഖ്യാപിക്കുന്ന സമയത്ത് ജീവിച്ചിരിക്കുകയും അവാർഡ് നൽകുന്ന സമയത്ത് മരണപ്പെടുകയും ചെയ്താൽ അയാളുമായി ബന്ധപ്പെട്ട വ്യക്തിക്ക് നോബൽ പ്രൈസ് ഏൽപ്പിക്കാവുന്നതുമാണ്. എല്ലാ വിഷയങ്ങൾക്കുമുള്ള നോബൽ പ്രൈസ് സ്വീഡൻ എന്ന രാജ്യം തന്നെ കൊടുത്തുവരുന്നത്. എന്നാൽ സ്വീഡന് പുറത്തു വെച്ച് നൽകുന്ന നോബൽ പ്രൈസാണ് സമാധാനത്തിനുള്ള നോബൽ പ്രൈസ്. സ്വീഡൻ്റെ അയൽരാജ്യമായ നോർവേയുടെ പാർലമെൻറ്റ്, അതായത് നോർവീജിയൻ പാർലമെൻറ്റിനാണ് സ്വീഡൻ ഈ ദൗത്യം ഏൽപ്പിച്ചിരിക്കുന്നത്. നോർവേയുടെ പാർലമെൻറ്റിനെ അറിയപ്പെടുന്നത് സ്റ്റോർട്ടിംഗ് എന്നാണ്. എന്താണ് സ്റ്റോർട്ടിംഗ് എന്നാണ് നോർവേയുടെ പാർലമെൻറ്റിനെ അല്ലെങ്കിൽ നോർവീജിയൻ പാർലമെൻറ്റിനെ അറിയപ്പെടുന്നത്. നിഷ്പക്ഷത ഉറപ്പാക്കാൻ വേണ്ടിയാണ് സ്വീഡൻ സമാധാനത്തിനുള്ള നോബൽ പ്രൈസ് ആർക്ക് കൊടുക്കണമെന്ന് തിരഞ്ഞെടുക്കാനുള്ള അവകാശം അയൽ രാജ്യമായ നോർവേക്ക് കൊടുത്തത്. ഓക്കെ, ഇനി ആദ്യമായിട്ട് സാഹിത്യത്തിനുള്ള അല്ലെങ്കിൽ ലിറ്ററേച്ചറിനുള്ള 2024 നോബൽ പുരസ്കാരം ലഭിച്ചത് ഹാൻ കാങ് എന്ന് പറഞ്ഞ ഒരു വനിതയ്ക്കാണ്. ദക്ഷിണ കൊറിയക്കാരിയായിട്ടുള്ള ഹാൻ കാങ് എന്നൊരു വനിതയ്ക്കാണ് സാഹിത്യം അല്ലെങ്കിൽ ലിറ്ററേച്ചറിനുള്ള 2024 നോബൽ പുരസ്കാരം ലഭിച്ചത്. 2016 ഇവരുടെ ദ വെജിറ്റേറിയൻ എന്ന കൃതിക്ക് മാൻ ബുക്കർ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. സോ ഇതൊക്കെ കൂടെ ഒന്ന് ഓർത്തിരിക്കുക. 2016 ഇവരുടെ ദി വെജിറ്റേറിയൻ എന്ന കൃതിക്ക് മാൻ ബുക്കർ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. ഇവരുടെ മറ്റ് കൃതികൾ ഏതൊക്കെയാണ്? ഹ്യൂമൻ ആർട്സ്, യൂറോപ്പ എന്ന് പറയുന്ന ഒരു ചെറു കഥയാണ്. അതുപോലെ വൈറ്റ് ബുക്ക്, ബേബി ബുദ്ധ, മംഗോളിയൻ മാർക്ക്. അപ്പോൾ ഇവരുടെ മറ്റ് കൃതികൾ ഏതൊക്കെയാണ്? ഹ്യൂമൻ ആർട്സ്, യൂറോപ്പ, വൈറ്റ് ബുക്ക്, ബേബി ബുദ്ധ, മംഗോളിയൻ മാർക്ക്. സാഹിത്യത്തിനുള്ള നോബൽ പ്രൈസ് ലഭിച്ച ആദ്യ ഏഷ്യൻ വനിത കൂടിയാണ് ഹാൻ കാങ്. എന്താണ് സാഹിത്യത്തിനുള്ള നോബൽ പ്രൈസ് ലഭിച്ച ആദ്യ ഏഷ്യൻ വനിത കൂടിയാണ് ആര്? ഹാൻ കാങ് എന്നും ഓർത്തിരിക്കുക. അടുത്തതായി സമാധാനത്തിന് അല്ലെങ്കിൽ പീസിനുള്ള 2024 നോബൽ പ്രൈസ് ലഭിച്ചത് ആർക്കാണെന്ന് നോക്കാം. അതിനു മുന്നേ നമ്മളൊരു കാര്യം ഓർക്കണം. 1945 ഓഗസ്റ്റ് 6 മുതൽ 9 വരെ ഹിരോഷിമയിലും നാഗസാക്കിയിലും ആണവ ആക്രമണം നടന്നതിനെ തുടർന്ന് ഒരുപാട് പേർ കൊല്ലപ്പെടുകയുണ്ടായി. കൂടാതെ ഒരുപാട് പേർക്ക് ആണവ പ്രസരണമേറ്റ് ഇന്നും ജീവിക്കുന്ന രക്തസാക്ഷികളായി ജപ്പാനിൽ വസിക്കുന്നുമുണ്ട്. ഇത്തരത്തിലുള്ള ആളുകളുടെ ഒരു സംഘടനയാണ് നിഹോൺ ഹിഡാൻക്യ. എന്താണ് നിഹോൺ ഹിഡാൻക്യ? ഈ ജപ്പാൻ സംഘടനയ്ക്കാണ് 2024 സമാധാനത്തിനുള്ള നോബൽ പ്രൈസ് ലഭിച്ചത്. അപ്പോൾ എന്താണ് നിഹോൺ ഹിഡാൻക്യ എന്ന ഒരു ജപ്പാൻ സംഘടനയ്ക്കാണ് 2024 സമാധാനത്തിനുള്ള നോബൽ പ്രൈസ് ലഭിച്ചത്. ഈ നിഹോൺ ഹിഡാൻക്യ എന്ന് പറയുന്നത് എന്താണ്? 1945 ഓഗസ്റ്റ് 6 മുതൽ 9 വരെ ഹിരോഷിമയിലും നാഗസാക്കിയിലും ഉണ്ടായ ആണവ ആക്രമണത്തെ തുടർന്ന് ജീവിക്കുന്ന രക്തസാക്ഷികളായിട്ട് ഇന്നും ജപ്പാനിൽ വസിക്കുന്നവരാണ്. അവരുടെ ഒരു സംഘടനയാണ് നിഹോൺ ഹിഡാൻക്യ എന്ന് പറയുന്നത്. ഇവർക്കാണ് എന്ത് കിട്ടിയത്? 2024 സമാധാനത്തിനുള്ള നോബൽ പ്രൈസ് ലഭിച്ചത്. സോ ഇനി നമുക്ക് നിഹോൺ ഹിഡാൻക്യയെ പറ്റി കുറച്ച് കാര്യങ്ങളും കൂടെ മനസ്സിലാക്കാം. നിഹോൺ ഹിഡാൻക്യ എന്ന് പറയുന്നത് ജപ്പാനിലെ ഒരു സംഘടനയാണ്. ജപ്പാൻ കോൺഫെഡറേഷൻ ഓഫ് എ ആൻഡ് എച്ച് ബോംബ് സഫറേഴ്സ് ഓർഗനൈസേഷൻസ് എന്നും ഈ സംഘടനയെ അറിയപ്പെടുന്നുണ്ട്. അപ്പോൾ എന്താണ് ജപ്പാൻ കോൺഫെഡറേഷൻ ഓഫ് എ ആൻഡ് എച്ച് ബോംബ് സഫറേഴ്സ് ഓർഗനൈസേഷൻ എന്നും ഈ ഒരു സംഘടനയെ അറിയപ്പെടുന്നുണ്ട്. 1956 ഓഗസ്റ്റ് 10 ഈ സംഘടന സ്ഥാപിതമായത്. എന്താണ് 1956 ഓഗസ്റ്റ് 10 സ്ഥാപിച്ച ഈ സംഘടനയുടെ ആസ്ഥാനം എവിടെയാണ്? ടോക്കിയോ മിനാറ്റോയിലെ ഷിബഡൈമോൺ ആണ്. എന്താണ് ടോക്കിയോ മിനാറ്റോയിലെ ഷിബഡൈമോണിലാണ് 1956 ഓഗസ്റ്റ് 10 സ്ഥാപിച്ച നിഹോൺ ഹിഡാൻക്യ എന്ന സംഘടനയുടെ ആസ്ഥാനം. ലോകത്ത് ആണവായുധങ്ങളുടെ അപകടത്തെപ്പറ്റിയും ബോധ്യപ്പെടുത്തുകയും ആണവായുധങ്ങൾക്കെതിരെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംഘടനയാണ് നിഹോൺ ഹിഡാൻക്യ. അപ്പോൾ എന്താണ് ലോകത്ത് ആണവായുധങ്ങളുടെ അപകടത്തെപ്പറ്റി ബോധ്യപ്പെടുത്തുകയും ആണവായുധങ്ങൾക്കെതിരെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംഘടനയാണ് നിഹോൺ ഹിഡാൻക്യ. ഈ സംഘടനയുടെ പ്രതീകമായി കാണിക്കുന്നത് പേപ്പർ ക്രെയിൻ ആണ്. അപ്പോൾ പേപ്പറിൽ ഉണ്ടാക്കിയെടുക്കുന്ന കൊക്കുകളുടെ രൂപമാണ് ഈ സംഘടനയുടെ പ്രതീകമായിട്ട് നമ്മൾ കാണിക്കുന്നത്. ഇത്തരത്തിലുള്ള രൂപങ്ങൾ ജപ്പാനിൽ ഉണ്ടാക്കിയെടുക്കുന്നതിലൊരു വിശ്വാസമുണ്ട്. അവ ഐശ്വര്യം കൊണ്ടുവരുമെന്നാണ്. ഇതാണ് ഇത്തരത്തിലുള്ള പേപ്പർ ക്രെയിൻസ് ഉണ്ടാക്കുന്നത് മൂലം അവിടെ ഐശ്വര്യം കൊണ്ടുവരുമെന്നാണ് ജപ്പാനിലുള്ള ജനങ്ങൾ വിശ്വസിക്കുന്നത്. ഈ പേപ്പർ ക്രെയിനിനെ പറയുന്നത് സഡാക്കോ കൊക്ക് എന്നാണ്. ഈ പേപ്പർ ക്രെയിൻസിനെ സഡാക്കോ കൊക്ക് എന്ന് വിശേഷിപ്പിക്കാൻ ഒരു കാരണമുണ്ട്. അതായത് ഹിരോഷിമയിലെ ആണവ ആക്രമണത്തെ തുടർന്ന് മരിച്ചുപോയ ഒരു പെൺകുട്ടിയുണ്ട്. ആ പെൺകുട്ടിക്ക് പേപ്പർ ക്രെയിൻസ് ഫോൾഡ് ചെയ്യുന്നതിൽ മിടുക്കിയായിരുന്നു. അപ്പോൾ എന്താണ് ആ പെൺകുട്ടിയുടെ പേരാണ് സഡാക്കോ. അപ്പോൾ എന്താണ് ഹിരോഷിമയിലെ ആണവ ആക്രമണത്തെ തുടർന്ന് മരിച്ചുപോയ ഒരു പെൺകുട്ടിയാണ് സഡാക്കോ. ആ പെൺകുട്ടി പേപ്പർ ക്രെയിൻസ് ഫോൾഡ് ചെയ്യുന്നതിൽ വളരെ മിടുക്കിയായിരുന്നു. സോ ഇതുപോലെ 1000 പേപ്പർ ക്രെയിൻസ് ഫോൾഡ് ചെയ്യുന്നതിലൂടെ അവളുടെ അവസ്ഥ ബെറ്റർ ആകും എന്നവൾ പ്രത്യാശിച്ചിരുന്നു.
സോ സഡാക്കയുടെ ഈ സ്റ്റോറി വിശ്വാസത്തിൻ്റെ സമാധാനത്തിൻ്റെ പ്രതീകമായി നിലകൊള്ളുന്നു. അതുകൊണ്ടാണ് ഈ സംഘടനയ്ക്ക് ഇത്തരത്തിലുള്ള ഒരു പ്രതീകം അല്ലെങ്കിൽ ഒരു രൂപം നമ്മൾ കൊടുത്തത്. അപ്പം ഹിബാക്കുഷ എന്നൊരു ടേമുണ്ട്. എന്താണ് ഹിബാക്കുഷ? ജീവിക്കുന്ന രക്തസാക്ഷികൾ എന്ന് ജപ്പാനിൽ അറിയപ്പെടുന്ന ടേമാണ് ഹിബാക്കുഷ. ഹിബാക്കുഷ എന്ന് പറയുന്നതാണ് ജീവിക്കുന്ന രക്തസാക്ഷികൾ എന്ന് ജപ്പാനിൽ അറിയപ്പെടുന്ന ടേമാണ് ഹിബാക്കുഷ എന്ന് പറഞ്ഞത്. അടുത്തതായി നമ്മൾ നോക്കാൻ പോകുന്നത് ഭൗതികശാസ്ത്രത്തിനുള്ള നോബൽ പ്രൈസ് ആർക്ക് ലഭിച്ചു എന്നാണ്. അത് 2 പേർക്കാണ് കിട്ടിയത്. ഒന്ന് ജോൺ ഹോപ്ഫീൽഡ്, USA ജോൺ ഹോപ്ഫീൽഡിനും രണ്ടാമത്തത് ജെഫ്രി ഹിൻഡനാണ്, കാനഡക്കാരനായിട്ടുള്ള ജെഫ്രി ഹിൻഡൻ. അങ്ങനെ 2 പേർക്കാണ് ഭൗതികശാസ്ത്രം അല്ലെങ്കിൽ ഫിസിക്സിനുള്ള 2024 നോബൽ പ്രൈസ് ലഭിച്ചത്. ആർക്കൊക്കെയാണ്? ഒന്ന് ജോൺ ഹോപ്ഫീൽഡ്, 2 ജെഫ്രി ഹിൻഡൻ. ഇത് എന്തിനാണ് ലഭിച്ചത്? അതായത് നിർമ്മിത ബുദ്ധി അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അല്ലെങ്കിൽ AI അതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട ഗവേഷണത്തിനാണ് ഇവർക്ക് 2 പേർക്കും എന്ത് കിട്ടിയത്? ഫിസിക്സിനുള്ള നോബൽ പ്രൈസ് ലഭിച്ചത്. അപ്പോൾ എന്താണ്? നിർമ്മിത ബുദ്ധി അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഓർ AI ബന്ധപ്പെട്ട ഗവേഷണത്തിന്, അതല്ലെങ്കിൽ ഇങ്ങനെ പറയാം ആർട്ടിഫിഷ്യൽ ന്യൂറൽ നെറ്റ്വർക്ക് ഉപയോഗിക്കുന്ന മെഷീൻ ലേണിംഗ് വികസിപ്പിച്ചതിന്. ഇതാണ് ആർട്ടിഫിഷ്യൽ ന്യൂറൽ നെറ്റ്വർക്ക് ഉപയോഗിക്കുന്ന മെഷീൻ ലേണിംഗ് വികസിപ്പിച്ചതിന്. അതുമല്ലെങ്കിൽ വേറെ രീതിയിൽ പറയാം കൃത്രിമ നാഡീവ്യവസ്ഥയെ അടിസ്ഥാനമാക്കിയുള്ള മെഷീൻ ലേണിങ്ങിന് അടിത്തറയിടുന്ന കണ്ടുപിടുത്തങ്ങൾക്ക്. അപ്പം എന്താണ്? കൃത്രിമ നാഡീവ്യവസ്ഥയെ അടിസ്ഥാനമാക്കിയുള്ള മെഷീൻ ലേണിങ്ങിന് അടിത്തറയിടുന്ന കണ്ടുപിടുത്തങ്ങൾക്കാണ് ജോൺ ഹോപ്ഫീൽഡിനും ജെഫ്രി ഹിൻഡനും 2024 നോബൽ പ്രൈസ് കിട്ടിയത്. ഇവിടെ ഏത് വിഷയത്തിൽ? ഫിസിക്സിൽ. ഈ ജെഫ്രി ഹിൻഡനെ നമുക്ക് വേറൊരു പേരിലും അറിയപ്പെടുന്നുണ്ട്. AI ഗോഡ് ഫാദർ അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഗോഡ് ഫാദർ എന്നറിയപ്പെടുന്നത് ആരാണ്? ജെഫ്രി ഹിൻഡനാണ്. ഇനി അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് രസതന്ത്രത്തിനുള്ള നോബൽ പ്രൈസ് ആർക്കൊക്കെ ലഭിച്ചു എന്നതാണ്. അത് 3 പേർക്കാണ് രസതന്ത്രത്തിനുള്ള നോബൽ പ്രൈസ് ലഭിച്ചത്. ഒന്ന് ഡേവിഡ് ബേക്കർ, അദ്ദേഹം USA-കാരനായിട്ടുള്ള ഡേവിഡ് ബേക്കർ. 2 ഡെമിസ് ഹസാബിസ്, ഇംഗ്ലണ്ടുകാരനായിട്ടുള്ള ഡെമിസ് ഹസാബിസ്. 3 ജോൺ ജമ്പർ, ഇദ്ദേഹം USA-കാരനാണ്. അപ്പോൾ രസതന്ത്രത്തിനുള്ള നോബൽ പ്രൈസ് 2024 3 പേർക്കാണ് ലഭിച്ചത്. ഒന്ന് ഡേവിഡ് ബേക്കർ, പിന്നെ ഡെമിസ് ഹസാബിസ്, 3 ജോൺ ജമ്പർ. ഇതിൽ ഡേവിഡ് ബേക്കറിന് നോബൽ പ്രൈസ് ലഭിക്കാനുള്ള കാരണം കമ്പ്യൂട്ടേഷൻ പ്രോട്ടീൻ ഡിസൈനുമായി ബന്ധപ്പെട്ട ഗവേഷണത്തിനാണ്. എന്താണ്? കമ്പ്യൂട്ടേഷൻ പ്രോട്ടീൻ ഡിസൈനുമായി ബന്ധപ്പെട്ട ഗവേഷണത്തിനാണ് ഡേവിഡ് ബേക്കറിന് 2024 രസതന്ത്രത്തിനുള്ള നോബൽ പ്രൈസ് ലഭിച്ചത്. മാത്രമല്ല 2 പേരും കൂടി ഷെയർ ചെയ്യുന്നുണ്ട്. അവരാണ് ഡെമിസ് ഹസാബിസും ജോൺ ജമ്പറും. ഡെമിസ് ഹസാബിസും ജോൺ ജമ്പറിനും എന്തിനാണ് കിട്ടിയത്? AI സാധ്യതകൾ ഉപയോഗിച്ച്, അതായത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സാധ്യതകൾ ഉപയോഗിച്ച് പ്രോട്ടീൻ്റെ ഘടനാ പ്രവചനം നടത്തിയതിന്. അപ്പോൾ എന്താണ്? AI സാധ്യതകൾ ഉപയോഗിച്ച് പ്രോട്ടീൻ്റെ ഘടനാ പ്രവചനത്തിന് ഉള്ള പുരസ്കാരമാണ് ഈ ഒരു 2024 രസതന്ത്രത്തിനുള്ള നോബൽ പുരസ്കാരം ഇവർക്ക് ലഭിച്ചത്. കൂടാതെ ഡെമിസ് ഹസാബിസും ജോൺ ജമ്പറും വികസിപ്പിച്ചെടുത്ത പ്രോട്ടീൻ്റെ ഘടന പ്രവചിക്കുന്ന AI മോഡലാണ് ആൽഫ ഫോൾഡ് 2. അപ്പോൾ എന്താണ് ആൽഫ ഫോൾഡ് 2 എന്ന് പറയുന്നത്? എന്താണ്? ഡെമിസ് ഹസാബിസും ജോൺ ജമ്പറും വികസിപ്പിച്ചെടുത്ത പ്രോട്ടീൻ്റെ ഘടന പ്രവചിക്കുന്നതിനുള്ള AI മോഡലിനെയാണ് ആൽഫ ഫോൾഡ് 2 എന്ന് പറയുന്നത്. അടുത്തതായി വൈദ്യശാസ്ത്രം അല്ലെങ്കിൽ മെഡിസിനുള്ള നോബൽ പ്രൈസിനെ പറ്റി നോക്കാം. ഇത് 2 പേരാണ് ഷെയർ ചെയ്തത്. ഒന്ന് വിക്ടർ ആംബ്രോസ്, 2 പേരും USA-കാരാണ്. ഒന്ന് വിക്ടർ ആംബ്രോസും 2 ഗാരി റോവ്കിനുമാണ്. അപ്പം എന്താണ്? വൈദ്യശാസ്ത്രം അല്ലെങ്കിൽ മെഡിസിനുള്ള 2024 നോബൽ പ്രൈസ് ലഭിച്ചത് വിക്ടർ ആംബ്രോസിനും ഗാരി റോവ്കിനുമാണ്. എന്തിനാണ് ഇവർക്ക് ലഭിച്ചത്? ജീൻ പ്രവർത്തനം ശരീരത്തിൽ ക്രമപ്പെടുത്തുന്നതിൻ്റെ അടിസ്ഥാന പ്രക്രിയ മനസ്സിലാക്കിയതിനും മൈക്രോ RNA കണ്ടുപിടുത്തത്തിനും. എന്തിനൊക്കെയാണ്? ജീൻ പ്രവർത്തനം ശരീരത്തിൽ ക്രമപ്പെടുത്തുന്നതിൻ്റെ അടിസ്ഥാന പ്രക്രിയ മനസ്സിലാക്കിയതിനും മൈക്രോ RNA കണ്ടുപിടുത്തത്തിനുമാണ് വിക്ടർ ആംബ്രോസിനും ഗാരി റോവ്കിനും 2024 വൈദ്യശാസ്ത്രത്തിനുള്ള പുരസ്കാരം ലഭിച്ചത്. ഇനി 6ാമത്തേതും അവസാനത്തേതുമായ നോബൽ പ്രൈസ് നോക്കാം. അത് സാമ്പത്തിക ശാസ്ത്രം അല്ലെങ്കിൽ എക്കണോമിക്സിനുള്ള പുരസ്കാരമാണ്. അപ്പോൾ ഈ സാമ്പത്തിക ശാസ്ത്രം അല്ലെങ്കിൽ എക്കണോമിക്സിനുള്ള നോബൽ പുരസ്കാരത്തെ സ്ഫെറിജസ് റിക്സ് ബാങ്ക് പുരസ്കാരം എന്നും പറയാറുണ്ട്. അതാണ് സ്ഫെറിജസ് റിക്സ് ബാങ്ക് പുരസ്കാരം എന്നും സാമ്പത്തിക ശാസ്ത്രം അല്ലെങ്കിൽ എക്കണോമിക്സിനുള്ള പുരസ്കാരത്തെ പറയുന്ന പേരെന്താണ്? സ്ഫെറിജസ് റിക്സ് ബാങ്ക് പുരസ്കാരം. ഇത് ലഭിച്ചത് 3 പേർക്കാണ്. ഒന്ന് ഡാരൻ അസിമോഗ്ലു, ഇദ്ദേഹം ഒരു തുർക്കിഷ് അമേരിക്കനാണ്. അതാണ് ഡാരൻ അസിമോഗ്ലു. രണ്ടാമത്തേത് സൈമൺ ജോൺസൺ. മൂന്നാമത്തേത് ജെയിംസ് റോബിൻസൺ. അപ്പോൾ എന്താണ്? ഡാരൻ അസിമോഗ്ലു എന്ന് പറയുന്ന ഒരു തുർക്കിഷ് അമേരിക്കനാണ്. സൈമൺ ജോൺസൺ ഒരു ബ്രിട്ടീഷ് അമേരിക്കനാണ്. ജെയിംസ് റോബിൻസണും എന്താണ്? ബ്രിട്ടീഷ് അമേരിക്കനാണ്. സോ ഡാരൻ അസിമോഗ്ലു, സൈമൺ ജോൺസൺ, ജെയിംസ് റോബിൻസൺ, ഈ 3 പേർക്കാണ് സാമ്പത്തിക ശാസ്ത്രം അല്ലെങ്കിൽ എക്കണോമിക്സിനുള്ള നോബൽ പുരസ്കാരം ലഭിച്ചത് അല്ലെങ്കിൽ സ്ഫെറിജസ് റിക്സ് ബാങ്ക് പുരസ്കാരം ലഭിച്ചതെന്നും ഓർത്തിരിക്കുക. എന്തിനാണ് ഇവർക്ക് ഈ പുരസ്കാരം ലഭിച്ചത്? രാഷ്ട്രങ്ങൾക്കിടയിലുള്ള സാമ്പത്തിക അസമത്വങ്ങളെ പറ്റിയുള്ള പഠനത്തിനാണ് ഇവർക്ക്
ഇവർക്ക് 3 പേർക്കും നോബൽ പ്രൈസ് ലഭിച്ചത്. എന്തിനാണ്? രാഷ്ട്രങ്ങൾക്കിടയിലുള്ള സാമ്പത്തിക അസമത്വങ്ങളെ പറ്റിയുള്ള പഠനത്തിനാണ് ഇവർക്ക് 3 പേർക്കും നോബൽ പ്രൈസ് ലഭിച്ചത്. അതല്ലെങ്കിൽ വേറെ രീതിയിലും പറയും, സാമൂഹിക സ്ഥാപനങ്ങളുടെ രൂപപ്പെടലും അഭിവൃദ്ധിയും സംബന്ധിച്ച പഠനങ്ങൾക്ക്. എന്താണ്? സാമൂഹിക സ്ഥാപനങ്ങളുടെ രൂപപ്പെടലും അഭിവൃദ്ധിയും സംബന്ധിച്ച പഠനങ്ങൾക്കാണ് ഡാരൻ അസിമോഗ്ലു, സൈമൺ ജോൺസൺ, ജെയിംസ് റോബിൻസൺ എന്നീ 3 പേർക്ക് 2024 സാമ്പത്തിക ശാസ്ത്രം അല്ലെങ്കിൽ എക്കണോമിക്സിനുള്ള പുരസ്കാരം ലഭിച്ചത്. ഇനി നമുക്ക് നോബൽ പ്രൈസുമായിട്ട് ബന്ധപ്പെട്ട ചില ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ നോബൽ പ്രൈസ് നേടിയ ആദ്യ വനിത എന്താണ്? നോബൽ പ്രൈസ് നേടിയ ആദ്യ വനിത ആരാണ്? മേരി ക്യൂറി അല്ലെങ്കിൽ മാഡം ക്യൂറിയാണ്. അപ്പോൾ നോബൽ പ്രൈസ് നേടിയ ആദ്യ വനിതയാണ് മേരി ക്യൂറി അല്ലെങ്കിൽ മാഡം ക്യൂറി. അപ്പോൾ 1903 ഭൗതികശാസ്ത്രത്തിനുള്ള നോബൽ പ്രൈസാണ് ഇവർക്ക് ലഭിച്ചത്. 1903 ഭൗതികശാസ്ത്രത്തിനുള്ള നോബൽ പ്രൈസാണ് മേരി ക്യൂറിക്ക് ലഭിച്ചത്. ഇതിലൂടെ അവർ നോബൽ പ്രൈസ് നേടിയ ആദ്യ വനിതയായി മാറുകയും ചെയ്തു. നെക്സ്റ്റ്, 2 തവണ നോബൽ പ്രൈസ് നേടിയ ആദ്യ വ്യക്തി ആരാണ്? അതും മേരി ക്യൂറിയാണ്. എന്താണ്? 2 തവണ നോബൽ പ്രൈസ് നേടിയ ആദ്യത്തെ വ്യക്തി ആരാണ്? മേരി ക്യൂറിയാണ്. ഒന്ന് 1903 ഫിസിക്സിനും പിന്നീട് ഒന്ന് 1911 കെമിസ്ട്രിക്കുമാണ്. ഇതാണ് 1903 ഫിസിക്സിനും 1911 കെമിസ്ട്രിക്കും എന്താണ് നോബൽ പ്രൈസ് ലഭിച്ച് 2 തവണ നോബൽ പ്രൈസ് നേടിയ ആദ്യ വ്യക്തി എന്ന സ്ഥാനം ആർക്ക് ലഭിച്ചു? മേരി ക്യൂറിക്ക് ലഭിച്ചു. നെക്സ്റ്റ്, നോബൽ പ്രൈസ് നേടിയ ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തിയാണ് മലാല യൂസഫ്സായി. എന്നാണ് 2014 മലാല യൂസഫ്സായിക്ക് നോബൽ പ്രൈസ് ലഭിക്കുന്നത്. ഇത് ലഭിക്കുമ്പോൾ ഇവർക്ക് 17 വയസ്സായിരുന്നു. എന്താണ്? 17 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പാകിസ്ഥാൻകാരിയാണ് മലാല യൂസഫ്സായി എന്ന് പറയുന്നത്. എന്നാണ് ലഭിച്ചത്? 2014 ലഭിച്ചത്. നെക്സ്റ്റ്, നോബൽ പ്രൈസ് നേടിയ ഏറ്റവും പ്രായം കൂടിയ വ്യക്തി ആരാണ്? ജോൺ ബി ഗുഡ് ഇനഫ്. എന്താണ്? ജോൺ ബി ഗുഡ് ഇനഫിനാണ് കെമിസ്ട്രിയിൽ 97ാമത്തെ വയസ്സിൽ നോബൽ പ്രൈസ് ലഭിച്ചു. എന്താണ്? ജോൺ ബി ഗുഡ് ഇനഫ്. സോ നെക്സ്റ്റ്, നോബൽ പ്രൈസ് നേടിയ ആദ്യ ഇന്ത്യക്കാരൻ അല്ലെങ്കിൽ ഏഷ്യക്കാരൻ എന്ന് പറയുന്ന ആരാണ്? രവീന്ദ്രനാഥ ടാഗോറാണ്. അപ്പോൾ എന്താണ്? നോബൽ പ്രൈസ് നേടിയ ആദ്യ ഇന്ത്യക്കാരൻ അല്ലെങ്കിൽ ആദ്യ ഏഷ്യക്കാരൻ എന്ന് പറയുന്നത് രവീന്ദ്രനാഥ ടാഗോറാണ്. 1913 ഇദ്ദേഹത്തിന് സാഹിത്യത്തിനുള്ള നോബൽ പ്രൈസ് ലഭിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഗീതാഞ്ജലി എന്ന കവിതാ സമാഹാരത്തിനാണ് 1913 സാഹിത്യത്തിനുള്ള നോബൽ പ്രൈസ് രവീന്ദ്രനാഥ ടാഗോറിന് ലഭിക്കുന്നത്. അതിലൂടെ അദ്ദേഹം നോബൽ പ്രൈസ് നേടിയ ആദ്യ ഇന്ത്യക്കാരൻ അല്ലെങ്കിൽ ആദ്യ ഏഷ്യക്കാരൻ എന്ന പദവിയിലെത്തുകയും ചെയ്തു. നെക്സ്റ്റ്, നോബൽ പ്രൈസ് നേടിയ ആദ്യ ഇന്ത്യൻ വനിത ആരാണ്? അത് മദർ തെരേസയാണ്. എന്താണ്? നോബൽ പ്രൈസ് നേടിയ ആദ്യ ഇന്ത്യൻ വനിത മദർ തെരേസയാണ്. 1979 സമാധാനത്തിനുള്ള നോബൽ പ്രൈസാണ് മദർ തെരേസയ്ക്ക് ലഭിച്ചത്. 1979 സമാധാനത്തിനുള്ള നോബൽ പ്രൈസ് മദർ തെരേസയ്ക്ക് ലഭിക്കുകയുണ്ടായി. ഇതിലൂടെ നോബൽ പ്രൈസ് നേടിയ ആദ്യ ഇന്ത്യൻ വനിത എന്ന പദവി മദർ തെരേസയ്ക്ക് ലഭിച്ചു. അപ്പോൾ 1979 സമാധാനത്തിനുള്ള നോബൽ പ്രൈസ് ലഭിച്ചെന്ന് നമ്മൾ പറഞ്ഞു. നെക്സ്റ്റ്, 1980 അടുത്ത വർഷം ഭാരതരത്ന പുരസ്കാരവും ആർക്ക് ലഭിച്ചിട്ടുണ്ട്? മദർ തെരേസയ്ക്ക് ലഭിച്ചിട്ടുണ്ടെന്നും ഓർത്തിരിക്കുക. സോ നെക്സ്റ്റ്, ഏറ്റവും കൂടുതൽ തവണ ഏത് സംഘടനയ്ക്കാണ് സമാധാനത്തിനുള്ള നോബൽ പ്രൈസ് കിട്ടിയിട്ടുള്ളത്? എന്നാണ് ഏറ്റവും കൂടുതൽ തവണ ഏത് സംഘടനയ്ക്കാണ് അല്ലെങ്കിൽ ഏത് അന്താരാഷ്ട്ര സംഘടനയ്ക്കാണ് സമാധാനത്തിനുള്ള നോബൽ പ്രൈസ് ലഭിച്ചതെന്ന് ചോദിച്ചാൽ റെഡ് ക്രോസ് കമ്മിറ്റിക്കാണ്. ഏതിനാണ്? റെഡ് ക്രോസ് കമ്മിറ്റി. ഒന്ന് 1917, പിന്നെ 1947, പിന്നീട് 1963. സോ ഇത്രയുമാണ് നോബൽ പ്രൈസും അതുമായിട്ട് ബന്ധപ്പെട്ട വിവരങ്ങളും. സോ താങ്ക് യു ഫോർ വാച്ചിങ്.